ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം ശക്തമാകുന്നു. ഹോർമൂസിന് സമീപമായി 15 യുദ്ധക്കപ്പലുകളാണ് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാനിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടയുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6 ചരക്ക് കപ്പലുകൾ US സേന തിരിച്ചയച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് നീങ്ങിയ കപ്പലുകളാണ് US നാവികസേന തടഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് തിങ്കളാഴ്ച മുതലാണ് ഉപരോധം പ്രാബല്യത്തിൽ വന്നത്. 10,000-ലധികം സൈനികർ, ഡസനിലധികം യുദ്ധക്കപ്പലുകൾ, നിരവധി വിമാനങ്ങൾ എന്നിവയെ ഈ ദൌത്യത്തിനായി മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഉപരോധം ആരംഭിച്ചതിന് ശേഷം ഒരു കപ്പൽ പോലും ഇറാൻ തീരത്തേക്ക് കടത്തിവിട്ടിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തടയപ്പെട്ട 6 കപ്പലുകളും ഒമാൻ ഉൾക്കടലിലെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായി. മുൻകൂർ അനുമതിയില്ലാതെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഏത് കപ്പലും പിടിച്ചെടുക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഭക്ഷണം, മരുന്ന് തുടങ്ങിയ മാനുഷിക സഹായങ്ങളുമായി വരുന്ന കപ്പലുകളെ പരിശോധനകൾക്ക് ശേഷം കടത്തിവിടും. 6 ആഴ്ച നീണ്ടുനിന്ന US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് ഉപരോധത്തിലേക്ക് നയിച്ചത്. ഇതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിനെ $100 മുകളിലേക്ക് ഉയർന്നു. ലോകത്തെ മൊത്തം എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിലവിൽ സൈനിക നീക്കം ശക്തമായി തുടരാനാണ് അമേരിക്കയുടെ തീരുമാനം. പരിഭ്രാന്തരായ കപ്പൽ ഉടമകളും എണ്ണ വ്യാപാരികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.